ഓക്കെ, അപ്പോൾ നമ്മൾ +1 മാത്തമാറ്റിക്സ് പ്രോബബിലിറ്റി ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതും കഴിഞ്ഞാൽ നാളെ മൺഡേ, ഇന്ന് സൺഡേ ആണ്, സൺഡേ ഈസ് ഫൺഡേ എന്നാണ് പറയാറ്. പക്ഷേ മൺഡേ ഒക്കെ എന്താ, ഞാൻ നാളത്തേക്ക് സീക്വൻസും സീരീസും തീർക്കും, ഇന്ന് പ്രോബബിലിറ്റി തീരും. അതോടുകൂടി +1 പ്രോബബിലിറ്റി +1 മാത്തമാറ്റിക്സ് എന്തായി നിങ്ങൾക്ക് മനസ്സിലുണ്ടാവല്ലോ, ഇറ്റ്സ് ഓവർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19 ഇൻ എൻ എൻട്രൻസ് ടെസ്റ്റ്, ഓക്കെ, JEE, CUET, NEET, യു നെയിം ഇറ്റ്, ദാറ്റ് ഈസ് ഗ്രേഡഡ് ഓൺ ദ ബേസിസ് ഓഫ് 2 എക്സാമിനേഷൻ. 2 പരീക്ഷ നടത്തുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ സ്കോറിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ഇതാക്കുക. ദ പ്രോബബിലിറ്റി ഓഫ് റാൻഡംലി ചൂസൺ സ്റ്റുഡൻറ്റ് പാസിംഗ് ദ ഫസ്റ്റ് എക്സാം ഈസ് 0.8. ഏതോ ഒരു കുട്ടി ഫസ്റ്റ് എക്സാം പാസ് ആവേണ്ട ചാൻസ് 0.8 ആണ്. പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് സെക്കൻഡ് എക്സാം ഈസ് 0.7. ദ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് 0.95. അപ്പോൾ എന്താ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ബോത്ത്? അപ്പോൾ എന്തായാലും തന്നിട്ടുണ്ട് ഇവിടെ. അതായത് P(A) തന്നിട്ടുണ്ട്, P(B) തന്നിട്ടുണ്ട്, അതായത് വൺ ഓഫ് ദം എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ഫസ്റ്റ് എക്സാം പാസ്സാവും, അല്ലെങ്കിൽ സെക്കൻഡ് എക്സാം പാസ്സാവും. ഫസ്റ്റ് ഓർ സെക്കൻഡ്, ആ ഓർ മനസ്സിലായോ? ഓർ അല്ലെങ്കിൽ. അപ്പോൾ എന്താ, P(A) യൂണിയൻ B തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തരാത്തത്? ഈ ബോത്ത് എന്ന് പറയുമ്പോൾ രണ്ടും പാസ്സാവണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം, ഈ സാധനം കണ്ടുപിടിക്കണം. എന്താ ചെയ്യാം? ദിസ് ഈസ് P of ഫസ്റ്റ് യൂണിയൻ സെക്കൻഡ് ഇക്വൽ P(1) P(2) മൈനസ് P(1) ഇൻ്റർസെക്ഷൻ 2. അപ്പോൾ ഇതല്ലേ കണ്ടുപിടിക്കും, ഇതല്ലേ എക്സ്. ഈ -x അപ്പുറത്ത് പോട്ടെ, ഇവർ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് -x ഇപ്പുറത്തെടുത്ത്, അപ്പോൾ P(1) ഇൻ്റർസെക്ഷൻ 2 ഈസ് ഈക്വൽ ടു P(1) പ്ലസ് P(2). പിന്നെന്താ, ഇതിപ്പുറത്തേക്ക് P(1) യൂണിയൻ 2 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് P(1) യൂണിയൻ 2. ഇനി ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ, 0.8 പ്ലസ് 0.7 1.5 വരും. മൈനസ് ഫസ്റ്റ് യൂണിയൻ സെക്കൻഡ് എത്രയാണ്? 0.95. ഇതാ 0.95 ഈക്വൽ എത്ര കിട്ടി? 0.55. ഇതാണ് ചങ്ങായി 2 പരീക്ഷയിലും പാസ്സാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. എന്താണ് നിങ്ങളെന്താണ് ഈ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ, ഇത് NCCൻ്റെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഞാൻ ഡിസ്കസ് ചെയ്ത് ഈ പാഠം അവസാനിപ്പിക്കുന്നത് ശരിയല്ല. എനിക്കിതെന്തോ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ മനസ്സെന്തോ പറഞ്ഞു നോക്കാം. പിന്നെന്താ, ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, അപ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസ് 60 ആണ്. 30 ഓപ്റ്റഡ് ഫോർ NCC. ഓക്കെ, ഞാനൊരു NCC കാരനായിരുന്നു, പിന്നെ ഞാനൊരു NSS കാരനായിരുന്നു, രണ്ടിലും ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ, NCCയിൽ 30 ആളുണ്ട്, 32 ആൾക്കാർ NSSയിലുണ്ട്, 24 ആൾക്കാർ എന്തിലുണ്ട്? NCCയിലുണ്ട്, NSSയിലുണ്ട്. അങ്ങനെ നമ്മളെ റിയൽ ലൈഫിൽ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ ഇവർ നമ്മൾ സാങ്കല്പികമായിട്ട് പറയാം, NCCയിലുണ്ട് NSSയിലുണ്ട് ഒരേ സമയം പ്രവർത്തിക്കുന്നത്. ഭയങ്കര എന്താണ് ഒരു ഇതുണ്ടാവില്ലടോ. അതായത് നമുക്ക് ഭയങ്കര ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് NSSയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, NCCയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു 24 ആൾക്കാരുണ്ട്. ഇഫ് വൺ ഓഫ് ദീസ് സ്റ്റുഡൻസ് ഈസ് സെലക്ടഡ് റാൻഡം, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS. അപ്പോൾ ഇതെന്താ, P(A) യൂണിയൻ B. സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് ഫോർ നൈദർ NCC നോർ NSS. അപ്പോൾ എന്താ, ഈ പറഞ്ഞ എന്താണ് A' പിന്നെന്താണ് യൂണിയൻ B'. അതായത് നൈദർ നോർ എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ആണ്. A' യൂണിയൻ B'. സ്റ്റുഡൻറ്റ് ഹസ് ഓപ്റ്റഡ് ഫോർ NCC ബട്ട് നോട്ട് NSS. അപ്പോൾ എന്താ, A ബട്ട് നോട്ട് ഇതല്ല. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, P(A) യൂണിയൻ B' ആണ്. അപ്പോൾ എന്താ, എയിലുണ്ട് പക്ഷേങ്കിൽ ബിയിലില്ല. അപ്പോൾ അതെന്താ ദാറ്റ് ഈസ് ആക്ച്വലി സെറ്റ് ഡിഫറൻസ് ആണ്. സെറ്റ് തിയറി ചെയ്ത് കണക്ട് ചെയ്യുന്നത് അതായത് NSSയിലുണ്ട്, NCCയിലില്ല. സോ ദാറ്റ്സ് ലൈക്ക് സെറ്റ് ഡിഫറൻസ്. അതായത് എന്താണ്, P(B) മൈനസ് P(A) ഇൻ്റർസെക്ഷൻ B. ഇതെങ്ങനെ എഴുതുക? ഈ പറയുന്ന A യൂണിയൻ B' P(B) ഉണ്ട്, എന്തിലില്ല? P(A) ഇൻ്റർസെക്ഷൻ Bയിലില്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, നമ്മൾ സെറ്റ് ഡിഫറൻസ് എഴുതുക. അപ്പോൾ അതേപോലെ നമുക്ക് പ്രോബബിലിറ്റിയും ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് N(A) 30, N(B) 32, N(A) ഇൻ്റർസെക്ഷൻ B 24. ഇതെല്ലാം വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം P(A) കണ്ടുപിടിക്കുക. P(A) എന്ന് പറയുന്നത് എന്താണ്, 30 അതായത് ഈ നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ 60. അപ്പോൾ ഇത് 50%, 1/2. P(B) എന്ന് പറയുന്നത് 32 ഡിവൈഡ് ബൈ 60. ഇത് വെറുതെ ചുരുക്കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കേട്ടെ. P(A) ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് 24 ഡിവൈഡ് ബൈ 60. അല്ല ഇതാ, അതായത് ഗിവൺ ഡിവൈഡ് ബൈ ടോട്ടൽ. എന്താണ്, സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS P(A) യൂണിയൻ B. അപ്പോൾ P(A) പ്ലസ് P(B) മൈനസ് P(A) ഇൻ്റർസെക്ഷൻ B. അപ്പോൾ എന്താ, 30/60 പ്ലസ് 32/60 മൈനസ് 24/60. അപ്പോൾ എന്താ, ഒരു കാര്യം ചെയ്യും, ഈ 60 എല്ലാം കോമൺ ആയിട്ടില്ലോണ്ട് 60 കോമൺ ആയിട്ട് വെക്ക്. അപ്പോൾ 30 പ്ലസ് 32 മൈനസ് 24. കാരണം ഇത് ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് ന്യൂമറേറ്റർ ആഡും സബ്ട്രാക്റ്റിലും ചെയ്യാമല്ലോ. 30 പ്ലസ് 32 എന്ന് പറയുമ്പോൾ 62 മൈനസ് 24 എന്ന് പറയുമ്പോൾ 38 ഡിവൈഡ് ബൈ 60. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 2നെ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 90 ഡിവൈഡ് ബൈ 30. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ.
അപ്പോൾ പി ഓഫ് എന്താണ് സ്റ്റുഡൻറ്റ് ഹസ് ഓപ്റ്റഡ് നൈദർ എൻ സി സി നോർ എൻ എസ് എസ്, അതെന്താ വരിക പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇതിനെ ഒരു കാര്യം ചെയ്യാം, 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ട് ഇതിനെ സെറ്റ് തിയറി പ്രകാരം എഴുതാവുന്നതാണ്. കാരണം നമുക്ക് ഇതറിയില്ല, പക്ഷേ ഇതറിയാലോ പി ഓഫ് എ യൂണിയൻ ബി നമ്മളിപ്പം കണ്ടുപിടിച്ചില്ല. അതിന്ന് ആ പറയുന്ന 1 ഈ പറഞ്ഞ സാധനം കുറച്ച് മതി. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി 19/60, അപ്പോൾ 11/30 വരും. 19/60 അല്ല, 19/30 11/60. ഇങ്ങനെയാണ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എന്താണ് സെറ്റ്സിലെ സംഭവം ചെയ്യുന്നതെന്ന് മാത്രം ജസ്റ്റ് എന്താണ് ആ എന്നിനകര് ജസ്റ്റ് ഒരു പി വന്നോട്, ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റെപ്പിലൊരു വ്യത്യാസമില്ല, മാറ്റവും ഇല്ല. എനിക്കറിയില്ല, ഞാൻ എന്താണ് വലിയ ആനക്കാരൻ പോലെ പറയുന്ന പോലെ ഉണ്ട്, പക്ഷേ ഇത് നിങ്ങൾ എന്താണ് സെറ്റ് തിയറിയിൽ ഇതെല്ലാം ചെയ്ത് തുരുമ്പിച്ച് പോയ ക്വസ്റ്റ്യൻസ് ഏതല്ലോ. ജസ്റ്റ് എന്നിനകര് ഒരു പി വന്നതിൽ ആകെ സിമ്പിൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ സ്റ്റുഡൻറ്റ് ഹസ് ഓപ്റ്റഡ് ഫോർ NSS ബട്ട് നോട്ട് NCC. അപ്പോൾ എന്താ NSSലുണ്ട്, അതായത് സെക്കൻഡിലുണ്ട് പക്ഷേ ഫസ്റ്റിലില്ല. അപ്പോൾ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് ബി നമ്മൾ സെറ്റ് ഡിഫറൻസ് ഓക്കെ ഇങ്ങനെയാണല്ലോ. ഇതിപ്പോൾ എ, ഇത് NCC, ഇത് NSS ബി എന്ന് പറയുന്നത്. അതായത് ഈ എയിലില്ല, പിന്നെന്താ ബിയിൽ മാത്രമുണ്ട്. അപ്പോൾ അതേത് ഏരിയ, ഈ ബി ഡാഷ് എന്ന് പറയുന്ന ഏരിയ, ബി ഡാഷ് അല്ല, പി ഓഫ് ബി യൂണിയൻ എ ഡാഷ്. ബിയിലുണ്ട് പക്ഷേ എയിലില്ല. അപ്പോൾ അതേത് ഏരിയ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ ഒരു ഏരിയ അല്ല. കാരണം ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് ഇവിടെ NCC ഉണ്ട് NSS ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതെന്തുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയാൻ പറ്റാത്തത്? കാരണം ഇവിടെ ഇത് വരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതായത് NCC കാർ വരും. അതുകൊണ്ടാണ് ഞാൻ NSS മാത്രം നോക്കുന്നത്. അപ്പോൾ എന്താ ഈ ഒരു എ യൂണിയൻ ബീൻ്റെ ഏരിയ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, ഈ ബീൻ്റെ ഏരിയ മാത്രം. അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റ് ഡിഫറൻസ് അല്ല. അപ്പോൾ ഇത് മാത്രം, അതായത് ഇതിന്ന് എന്ത് ചെയ്യണം, ഇത് കുറക്കണം. അതാണ് സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് ബി എന്താണ്, ഒന്നിക്കൽ എനിക്ക് ഇങ്ങനത്തെ സൈൻ ഇടുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈൻ ഇടുക, എന്തുകൂടാ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത്രയല്ല, സിമ്പിളായിട്ട് എന്താണ് വെൻ ഡയഗ്രം വെച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് വെൻ ഡയഗ്രം എന്നല്ലേ ഞാൻ പറയാം. ഞാൻ ചെറുപ്പത്തിൽ എന്താണ് വെൻ ഡയഗ്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചത് എൻ്റെ ഓർമ്മ, അത് തന്നെയല്ലേ സംഭവം പെട്ടി വരച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ 32/60 ഓൾറെഡി ചെയ്തതാണ്, മൈനസ് എന്താണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 24/60. അപ്പോൾ 60 കോമൺ ആയിട്ട് നോക്കുക, 32 - 24 8/60. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4നെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2/15. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസേ നമ്മളെ പ്രോബബിലിറ്റിയിലുള്ളൂ. ഇതോട് കൂടിയിട്ട് എന്താണ് ഈ പാഠം അവസാനിച്ച്. പിന്നെ നിങ്ങൾ എന്താണ് ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഇതോടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നതാണ്. പക്ഷേങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെ 100% വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എല്ലാ കേസസും പഠിച്ചു വെക്കുക. എൻ്റെ ഒരു സമാധാനത്തിന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ പാഠം അവസാനിപ്പിക്കുക. നാളെ ഞാൻ സീക്വൻസും സീരീസും തീർക്കും. അതോടുകൂടി +1 മാത്തമാറ്റിക്സ് അവസാനിക്കുന്നതായിരിക്കും. നാളെ ഞാനൊരു നല്ലൊരു കോട്ടും കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.